ഒരു പെണ്ണായതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട്, ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അമ്മയാകാൻ സാധിച്ചു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ പെണ്ണായി പോയതിൽ ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് കേട്ടോ എനിക്ക് ഒത്തിരി സങ്കടം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ ജനിച്ച് വളർന്ന് പഠിച്ച് ഒത്തിരി കാലം നമ്മുടെ ഫ്രണ്ട്സാണെങ്കിലും റിലേറ്റീവ്സും അങ്ങനെയൊക്കെ നമ്മുടേതായൊരു ലോകത്ത് ജീവിക്കുന്നിടയിൽ നിന്നാണ് നമ്മളങ്ങ് അടർത്തി മാറ്റി നമ്മൾ ആരെന്നറിയാത്ത എവിടെന്നറിയാത്ത അതുവരെ കാണാത്തൊരു വീട്ടിലേക്ക് അതുവരെ അറിയാത്ത ഒരാളുടെ കൂടെ പിന്നീടുള്ള കാലമൊക്കെ അങ്ങോട്ട് ജീവിച്ച് തീർക്കുകയാണ് നമ്മൾ. അതിൻ്റെ മുന്നേ 10-25 വർഷം ഞാൻ ജീവിച്ച് വളർന്ന് എൻ്റെ സന്തോഷങ്ങളും എൻ്റെ സങ്കടങ്ങളും എൻ്റെ പ്രയാസങ്ങളും അങ്ങനെ എല്ലാം അറിയുന്നൊരു നാടായിരുന്നു കേട്ടോ എൻ്റെ മുത്തൂർ. ഞാൻ വളർന്ന് ഓടിക്കളിച്ച സ്ഥലങ്ങളാണിതൊക്കെ. എൻ്റെ സ്കൂളിലേക്ക് പോകുന്ന വഴിയാണിത്, എൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്. ഇതാണ് കേട്ടോ ഞാൻ പഠിച്ച എൻ്റെ ഏഴൂർ സ്കൂൾ. എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാലമായിരുന്നു കേട്ടോ ഇവിടെ. 8, 9, 10 സ്കൂളിൽ പഠിക്കുക മാത്രമല്ല, സ്കൂളിൽ ടീച്ചറായി വർക്ക് ചെയ്യാനും അതേ സ്കൂളിൽ അതേ സ്റ്റാഫ് റൂമിൽ എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ കൂടെ അവിടെ ഇരുന്ന് എനിക്ക് വർക്ക് ചെയ്യാനും കൂടി സാധിച്ചിട്ടുണ്ട്. അത് ഒരുപാട് അഭിമാനമുള്ള കാര്യമാണ് കേട്ടോ. ടീച്ചറായതുകൊണ്ട് മാത്രം കിട്ടിയൊരു അനുഗ്രഹം മാത്രമാണത്. അതുപോലെ തന്നെ ഒരുപാട് കാലം ഓടി നടന്ന വഴികളാണിതൊക്കെ. സ്കൂളിലേക്കാണെങ്കിലും തിരൂരിലേക്കാണെങ്കിലും അങ്ങനെയൊക്കെ. അന്ന് ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഞങ്ങളെ പഠിപ്പിച്ചിരുന്ന ടീച്ചേഴ്സ് താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ് കേട്ടത്. മേരിക്കുട്ടി ടീച്ചറൊക്കെ, അങ്ങനെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട് കേട്ടോ. വീഡിയോ കാണുന്നവർക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, ഓർമ്മകൾ ഇങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, പെണ്ണായി പോയതിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീയായി ഒരു പെൺകുട്ടി ആയതിൽ ഏറ്റവും ദുഃഖം തോന്നിയ കാര്യം ഇത് മാത്രമാണ്. അതുവരെ നമ്മൾ ഇവിടെ എല്ലാം ആയിരുന്നു, പിന്നീട് വല്ലപ്പോഴും മാത്രം വരുന്നൊരു സ്ഥലമായി മാറുന്നു. നമ്മൾ ആകെ മൊത്തം അങ്ങ് ഞാൻ മാറിപ്പോയ പോലെ തോന്നുകയാണ് ഇങ്ങനെ ഈ വഴിയിലൂടെയൊക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ. ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു, പഴയ വീടുകളൊക്കെ പോയി പുതിയ വീടുകൾ പൊന്തുന്നു, വഴികൾ മാറുന്നു, റോഡുകൾ വരുന്നു, ആളുകളും കുട്ടികളും ഒക്കെ വലുതായി. പരസ്പരം ഒരാളെ പോലും അറിയുന്നില്ല. എല്ലാവരും ഒരുപാട് മാറ്റം അനിവാര്യമാണ്, എല്ലാവരും മാറിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഞാനിങ്ങനെ ഓടി നടന്ന സ്ഥലങ്ങളിലൂടെ പോകുമ്പോഴും ഒരിക്കലും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു പിന്നീട് നമുക്ക് ഒട്ടും പ്രിയപ്പെട്ടതല്ലാതെ വല്ലപ്പോഴും അതിഥിയായി വരുന്ന സ്ഥലമായി മാറിവിടെ. എൻ്റെ വീട്ടിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാവും സർപ്പക്കാവും അമ്പലവും ഇതിനോടൊക്കെ ചേർന്നതാ. ഇത് ഞങ്ങളുടെ നാട്ടിലെ സർപ്പക്കാവാണ് കേട്ടോ. നേരെ ഓപ്പോസിറ്റ് മാഞ്ഞ ഭഗവതി ക്ഷേത്രം, ഇവിടെ കലങ്കരിയൊക്കെ നടക്കലുണ്ട് കേട്ടോ. ഇതിനോട് തൊട്ടടുത്തുള്ള ഈ സർപ്പക്കാവിനോട് ചേർന്നിട്ടാട്ടോ എൻ്റെ വീട്. അതുകൊണ്ട് തന്നെ എല്ലാ മതസ്ഥരുടെയും എല്ലാ കാര്യങ്ങളും എല്ലാ ആചാരങ്ങളും ഒക്കെ എനിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. ഇതാണ് എൻ്റെ വീട്. ഞാൻ ജനിച്ച് വളർന്ന് വലുതായി പഠിച്ച് കല്യാണം കഴിച്ച് പോയി എൻ്റെ വീട്. ഇവിടേക്കിപ്പോൾ ഒരു അതിഥിയായിട്ട് വല്ലപ്പോഴും കയറി വരിക, ഉമ്മയും ഉപ്പയും ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മളിങ്ങനെ കയറി വരുന്ന ഒരു സ്ഥലം. എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. കുറച്ച് സമയം മാത്രം അവിടെ സ്പെൻഡ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് തിരിച്ച് ഇപ്പം നമ്മുടെ പുതിയ തട്ടക്കാണല്ലോ, പിന്നീട് നമുക്കൊരു വീടായി, നമുക്ക് മക്കളായി, അമ്മയായി, ഭർത്താവായി, വേറൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. ഇത്രയേ ഉള്ളൂ.